ഇതിൽ ഒരാളെ വിരിമുട്ട വെച്ചിട്ടുണ്ട്. അതൊക്കെ നായ്ക്കൾ പൊളിച്ചിട്ട് നെറ്റ് കൂടിൻ്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ്? നായ്ക്കൾ വന്നിട്ട് കൂട്ടത്തോടെ വരികയും രക്ഷയില്ല. ചാക്കോ ഷീറ്റ് വിരിച്ചിട്ട് അതിൽ ഇട്ടെടുക്കും. അതിന് എല്ലാവർക്കും കൂടി ഇങ്ങനെ കഴിക്കാമല്ലോ ഒരുമിച്ച്. നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുക, കഴിച്ചോളി. ഇത് ഈ ഭാഗത്തുള്ള കൂടാ. പേരുള്ളത് ഇവിടെ ആട്ടുംകൂടിൽ, ബാക്കിലുള്ളൊരു ആട്ടുംകൂടിൽ എല്ലാവരും കൂടി പുറത്തേക്ക് വരും. പാത്രങ്ങളൊക്കെ എവിടെ കണ്ട പാത്രമൊക്കെ അവിടെ ഒക്കെയാണ്. വെള്ളം കൊണ്ട് വലുതായിട്ട് ഒരാഴ്ചയും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടാം. അത് കഴിഞ്ഞാൽ അവിടെ പുറത്തേക്ക് വിടണം. ഇതിൻ്റെ മുന്നുള്ളവർ ഏകദേശം വലുപ്പമായി. ഇത് ചെറിയ കുട്ടികൾക്കുള്ളത് പുറത്തേക്ക് അവിടെ നിന്നോ അവിടെ നിന്നോ. ബാക്കിയുള്ളവർ പിന്നാലെ തന്നെ ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് വളരും. അങ്ങോട്ട് നിൽക്കുക, അങ്ങോട്ട് പോയി. ഇങ്ങനത്തെ കൂടായതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ചാടും. ഈ കിളിയോളി എല്ലാവരും കൂടി വളർത്താൻ ഇതൊരു ഷെഡ് ഇങ്ങനെ ആക്കിയിട്ട് കോഴികളും കൂടി വിടാനുള്ള പരിപാടിക്കാണ് ഞാൻ ചെയ്തത്. കുറേ കാലം മുന്നേ ഉണ്ടാക്കിയ കൂടാട്ടോ. ഒരു പ്രാവശ്യം തന്നെ നെറ്റ് മാറ്റിക്കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യണം ഒരു ഷെഡ് പോലെ. എന്നാൽ അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം അതിൽ. ഇവിടെ എപ്പോഴാണ് നായ്ക്കൾ വരിക എന്ന് പറയാൻ പറ്റൂല. ഈ പുറത്തു കൂടി വിടുന്നവരെ ഫ്രീഡം എത്ര വരെ ചെയ്യണമെന്നുള്ളത്. തീറ്റപ്പാത്രമൊക്കെ അങ്ങനെ അറ്റത്ത്. ഇതൊരു കുറച്ച് മുന്നുണ്ടായ കോഴിക്കുട്ടികളാട്ടോ. ഒരു അത്യാവശ്യം വലുപ്പമായി ഉണ്ടാവും. ബക്കറ്റൊക്കെ തട്ടിയിട്ടിട്ട് ഒരു കുറച്ചൊക്കെ ഒരു പിടിക്കോഴിയുടെ വലുപ്പൊക്കെ ആവാനായി.